ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പുഴയിലേക്കാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ ആരുണ്ട്? ഇതാണ് നമ്മുടെ പുഴയിലേക്ക് പോകുന്ന വഴി. ഇവിടെ മഴയോട് മഴയാണ്. മഴയത്ത് നമ്മൾ പുഴയിൽ പോകുന്നു. മുഴുവൻ ചളിയാണ്. ഈ ചെടിക്ക് നിങ്ങൾ എന്ത് പറയും? ഞങ്ങൾ പറയും അച്ഛൻ വെളുപ്പല്ല, അമ്മ കറുപ്പ്, മകൾ വെളുപ്പ്, മകളുടെ മകളൊരു സുന്ദരി പെണ്ണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. അതിസുന്ദരികൾ അതിസുന്ദരി. നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പാലള്ളിയിൽ ഉണ്ണിയുടെ വീടിൻ്റെ മുന്നിൽ. ഉണ്ണിയുടെ കുഞ്ഞ് ഇഷാന സായി ഇവിടെയുണ്ട്, പക്ഷേ നമ്മളങ്ങോട്ട് കയറുന്നില്ല. ഇപ്പം ഇതാണ് ഉണ്ണിയുടെ വീട്. ഉണ്ണിയുടെ വൈഫ് ശ്രുതിമോളും ഉണ്ണിയുടെ അമ്മ സീമയും അച്ഛൻ ജനാർദ്ദനും ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ പുഴയെ പറ്റി പറയുന്നത് ആണോ? ഇഷ്ടമാണോ? എന്താണ്? മനോഹരമായ പുഴയാണ്. ഓക്കെ. ഇതാണ് ജിൻഷയുടെ വീട്. ഇത് നമ്മുടെ ബാസത്തിൻ്റെ വീടാണ്. അപ്പം നമ്മൾ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇവിടെ പണ്ട് ഈ റോഡൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ശനിക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടാവും. ഫുൾ ടാറിടാത്ത റോഡായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ പോരുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവർ ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പുഴയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കണം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. സ്വാതി വേഴ്സ് എന്നുള്ള പേജ് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് ഒരുപാട് കശുവണ്ടിയുള്ള ഒരു പറമ്പ്, ആരുടെ ഒരു പറമ്പുണ്ടായിരുന്നു. ഞങ്ങൾ പണ്ട് ഏറിനിട്ടത് കഴിക്കുമായിരുന്നു. ഞങ്ങൾ പറയുമ്പോൾ ഞാനും ഇവളും പിന്നെ ഞങ്ങളൊരു കുറച്ച് കുട്ടികൾ സെറ്റും പിന്നെ വലിയവരായിട്ട് അന്നേരം നമ്മളെ ബിജുവേട്ടനും പിന്നെ റനീഷേട്ടനും ആയിരുന്നു ഉണ്ടായിരുന്നത്. ആർക്കൻ്റെ വീടാണത്. ഇതെവിടെയെങ്കിലും ഇത് മനസ്സിൻ്റെ വീടല്ലേനോ? ഇത് മനസ്സിൻ്റെ വീട്. എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന് പറയും? പുഴ ഓവർഫ്ലോയിങ് ആയിരിക്കും. സ്റ്റെപ്പിൻ്റെ മുകളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താണ് സ്റ്റെപ്പിൻ്റെ മുകളിൽ? പിന്നെ പാറ മൂടാനുള്ള ചാൻസും കാണുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഈ വീട്ടിൽ നമ്മൾ പുഴേൻ്റെ അപ്പുറത്തെ ഓരോ വീടെന്നാണ് പറയൽ. നമ്മളെ സുന്ദരിപ്പെണ്ണൻ്റെ വേറൊരു മൂത്ത വേർഷനാണിത്. കളർക്കോടൊക്കെ ആയിട്ട് പോകുന്ന ശീല. കണ്ടോ ഈ വഴിയൊക്കെ ഉണ്ടോ? എന്ത് രസമാണ് പുഴ. നിങ്ങൾക്കുണ്ടായിരുന്നോ ഇങ്ങനത്തെ ഒരു ബാല്യം? ഉണ്ടായിരുന്നോ? പറയൂ. പോയുടെ നമ്മൾ വിചാരിച്ച റീൽ ഷൂട്ടിംഗ് ഒന്നും ഇവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് വെരി മച്ച് ഓവർഫ്ലോയിങ്. നല്ല സീനല്ലേ ഇത്? കണ്ടോ ഗൈസ്, നമ്മുടെ പുഴ നല്ല സീനല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ സീൻ? എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നടുവിൽ ഷീന, മൊത്തം പുഴ. ഓക്കെ, എൻ്റെ ഡ്രസ്സിന് പലാസോൺ ഇട്ടത് അത് ചളിയായി കുതിർന്നിട്ടുണ്ട് ഇപ്പോൾ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഓ മൈ ഗോഡ്, കണ്ടോ? ഇൻഫാക്റ്റ് ഇതൊക്കെ വലിയ പാറയാണ്. അത് രണ്ടും ഇത് കണ്ടോ? ഇത് ഇവിടം വരെയൊക്കെ നമുക്ക് ഫ്രീ ആയിരുന്നു. അതിൽ അത്രയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിപ്പോൾ നിറഞ്ഞു. പിന്നെ ഇത് കളറൊക്കെ റിവർ എന്താ താൻ കാണിക്കുന്നത്? എനിക്ക് പുഴയിൽ ഇറങ്ങാൻ തോന്നുന്നില്ല. 2 റീസൺ. ഒന്ന് പേടിയാണ്, അങ്ങനെ ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ വലിയ നീന്തൽതാരമായിരുന്നു ഞാൻ. എന്നിരുന്നാലും അവിടെ റിസ്ക് എടുക്കാൻ പാടില്ലല്ലോ, മനസ്സിലായോ? വലിയ കുഴപ്പമില്ല ഇവിടെയൊക്കെ, പക്ഷെ എന്നാലും നമ്മൾ വി ഷുഡ്ന്റ് ടേക്ക് റിസ്ക്. ഷീനയ്ക്ക് ഇവിടെ എന്തോ സംസാരിക്കാനുണ്ട് നിങ്ങളുടെ അടുത്ത്. പറഞ്ഞോളൂ കുറച്ച് ഉറക്കെ പറയൂ കേട്ടോ. ഇതിൻ്റെ മേലെയായിരുന്നു ഞങ്ങൾ പണ്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്നത്. കുളിക്കുന്ന സമയത്ത് ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, ദാറ്റ്സ് എ വെരി വാല്യുബിൾ ഇൻഫർമേഷൻ. ഉരുണ്ട് വീഴും. ഈ പുഴ ശരിക്കും ഭയങ്കര ഭംഗിയുള്ള പുഴയാണ് കേട്ടോ. കണ്ടോ? ഇവിടെ സാമൂഹിക വിരുദ്ധർ ഇത് കൊണ്ട് ഇട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക്. We never promote this. ഇത് വളരെ ഹാംഫുൾ ആണ്. ഇങ്ങനെയുള്ളവർ ഇച്ചിച്ചിയാണ്. ഇതും പറയാനുണ്ടോ? എൻ്റെ ഫോട്ടോഗ്രാഫിനെ പറ്റി മാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ. ബൈ ബൈ. നമ്മൾ പുഴയിലുള്ള മരത്തിൻ്റെ ഒരു കായാണിത്. ഇത് എന്താണെന്ന് അറിയില്ല. അരിനെല്ലൊക്കെയാണെന്ന് ഇവൾ പറയുന്നു. അരിനെല്ലൊക്കെയാണോ കുട്ടി? അല്ല. ഇനി അടുത്തതായിട്ട് നമ്മുടെ പുഴയുടെ
ഓപ്പോസിറ്റ് സൈഡ്, അതായത് നമ്മുടെ ഇസാക്ക് താമസിക്കുന്ന ആ സൈഡിലേക്ക് പോകാം. ഈ ആളായിട്ട് കുണുങ്ങി പോകുന്നതുണ്ടോ? ഒരു കുടയും കുഞ്ഞു പെങ്ങളുമാണിത്. പെങ്ങളത്രേ, പെങ്ങൾ. കണ്ടോ പുഴ കുട്ടി. ഈ കാണുന്നതാണ് നമ്മുടെ ഇസാക്കിൻ്റെ വീട്. ഇസാക്കിൻ്റെ നിക്കാഹ് കഴിഞ്ഞ്, പക്ഷേ തെണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞില്ല കല്യാണത്തിന് വിളിക്കാൻ പോലും. വിളിച്ചിട്ട് വേണം പറഞ്ഞ കല്യാണത്തിന് പോകാൻ, പക്ഷെ നിക്കാഹ് വിളിച്ചില്ല. ഇസാക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്കവിടുന്ന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പുഴയുടെ നെക്സ്റ്റ് സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഉണങ്ങി കിടക്കുന്ന ഒരു കശുവണ്ടി നിങ്ങൾക്ക് കാണാമോ? ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് അധികം വരാറുണ്ടായിരുന്നില്ല. ഇവിടെ ഇങ്ങനെ അപ്പുറത്തുള്ള കളി കഴിഞ്ഞ് വെറുതെ വിസിറ്റിന് മാത്രമേ ഇങ്ങോട്ടേക്ക് വരാറുണ്ടായിരുന്നുള്ളൂ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആക്ച്വലി ഇത് നമുക്ക് ക്രോസ് ചെയ്യാം. വെള്ളം ഇല്ലാത്ത സമയത്ത് നമുക്കിതിങ്ങനെ അങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വാണിമേൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. കുട്ടി എടുത്ത് വൻ ഷൂട്ടിംഗ് ആണ് കേട്ടോ. എന്തൊക്കെയോ എഴുത്തിയാനും അറിയില്ല, ഫോട്ടോ എടുക്കാനും അറിയില്ല അതൊരു കുട്ടിയാണത്. പക്ഷേ വൻ ഷോപ്പിംഗ് അല്ല, ഇതാണ് പെബിൾസ്. നല്ല തണുപ്പാണ് വെള്ളത്തിൽ, നല്ല രസം വെള്ളത്തിലിടാൻ. കാണിച്ചു തരാവേ. ഇവിടെ ഒരുത്തിയാണെങ്കിൽ എന്തെല്ലോ പെറുക്കി കളിക്കുന്നുണ്ട്. കാണിച്ചു തരാം. ഇതുകൊണ്ടൊരു സാധനം കാണിച്ചു തരാം. ഇതിനെടുക്കാം. ഒന്ന് വേഗം ലെങ്ത് കൂടുന്ന വീഡിയോ ഉണ്ട്. ചീറ്റി കയറിയതാണ് ഇത്. വീണ്ടും ചീറ്റി, വീണ്ടും ഒന്നും പറയാനില്ല. നമുക്ക് നമ്മുടെ കാര്യം ഹോപ്പ് നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ചേച്ചിയുടെ ചാനൽ, ബെല്ലൈക്കൺ, ബാക്കി പറ, ഷെയർ, കോമെൻറ്റ്. ഓക്കെ, ബാക്കി വീഡിയോസുമായിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ എപ്പോഴെങ്കിലും വരാം. ബൈ ഗായ്സ്, സേ ബൈ ബൈ കണ്ടെന്ന് വിചാരിക്കുന്നു. നേരത്തെ കാണിക്കാൻ പറഞ്ഞു. ഇതാണ് മുസ്തഫേൻ്റെ വീട്. മുസ്തഫയും ഞാനും +2 എക്സാം എഴുതിയ കഥ ഭയങ്കര കോമഡി കഥയാണ്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കഥ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ശരിക്കും ബൈ ഇങ്ങോട്ട് ബൈ പറ. വീടിനപ്പുറത്ത് വീടിൻ്റെ പണി നടക്കുകയാണ്. എല്ലാ വീടായത്. ഇവിടെ പണ്ട് രാജേട്ടനും അജിതമേനു താമസിക്കുന്നത്. അതിലെപ്പോൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കളിക്കൂട്ടുകാരും കുടുംബക്കാരുമായിരുന്നു. പക്ഷേ അവർ പോയി അവിടെ വലിയ വീട് എടുക്കണേ. അപ്പോൾ ഇതിൻ്റെ ഹൗസ് വാമിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഗായ്സ്, നീ വെയിറ്റിംഗ് ആണോ? അല്ലേ? ഓക്കെ, ഇതാണ് മീനുവിൻ്റെ വീട്ടിലെ ചക്ക. എന്ത് ചക്ക നിറയുണ്ട് ഗായ്സ്. നമ്മുടെ വീടെത്തി. ഇതാണ് എൻ്റെ വീട്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാണ്. അമ്മ എൻ്റെ അടുക്ക് ഒരു പ്രാവശ്യം വിളിച്ചു. ഒഴുക്കുള്ള പുഴയില്ലേ, അമ്മമാർക്ക് പേടി ഉണ്ടാവില്ലേ? പക്ഷെ ഞങ്ങളെത്തി. അതെ ഓക്കെ, ബൈ പറയൂ. ശരിക്കും ഇനി നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാമെന്ന് പറ. ചേച്ചി എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ബെല്ലൈക്കൺ അടിക്കണേ. ഓക്കെ, ബൈ.